സമ്മാനം മേടിക്കുമെന്ന് നല്ല ആത്മവിശ്വാസത്തോടെ പത്മാവതി കുഞ്ഞു പറഞ്ഞു. സമ്മാനം മേടിക്കുകയും ചെയ്തു. ഇതിലപ്പുറം എന്ത് സന്തോഷാ വേണ്ടത്? അമ്മയും പ്രതാപേട്ടനും ഉള്ളതുകൊണ്ടാ എനിക്ക് ഈ സമ്മാനം കിട്ടിയത്. പാടാൻ അമ്മയും മൃദംഗം വായിക്കാൻ പ്രതാപേട്ടനും വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ സമ്മാനം കിട്ടുമായിരുന്നോ? അങ്ങനെയൊന്നും പറയില്ല പത്മേ. ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് പത്മയ്ക്ക് തന്നെയാ. ആ ഭാഗവതർ പാടിയിരുന്നെങ്കിലും സമ്മാനം പത്മയ്ക്ക് തന്നെയാ. ഏയ്, മാഷ് പാടിയിരുന്നെങ്കിൽ എനിക്ക് ഈ സമ്മാനം കിട്ടില്ലായിരുന്നു. പാട്ടിനല്ലായിരുന്നു സമ്മാനം, നൃത്തത്തിനായിരുന്നു. പത്മ അതിമനോഹരമായിട്ട് ഡാൻസ് ചെയ്തുകൊണ്ടാണ് സമ്മാനം കിട്ടിയത്. അല്ല പ്രതാപേട്ട, തർക്കിക്കല്ലേ പത്മേ? അല്ലെന്ന്. ആ കർത്താവും മകളും കാട് കയറി ഓടി. അയാളൊരു അല്പനാണല്ലേ? അല്പനല്ല, വെറും കഴുതയാ. എന്തോ പത്മേ? ഒന്നുമില്ല പ്രതാപേട്ട. ദൈവമേ, ഇത് പ്രേമാണല്ലോ. മഹാദേവർമ്മ സാറും സരസ്വതി മാഡം അറിഞ്ഞ ഇതാകെ പ്രശ്നമാവും. നമുക്ക് പണിയാവൂലോ വൃതാവാ. എന്താ വേണോട്ടാ? പാവങ്ങളുടെയും പാപികളുടെയും മോചനത്തിനായി അവതരിച്ച ദൈവം തമ്പുരാനായ കർത്താവല്ലാതെ മനുഷ്യപ്പിശാചായ പാട്ടുപുരയ്ക്കൽ കർത്താവ് ദാ നിൽക്കുന്നു. ഇയാളൊരു ശല്യമായല്ലോ വേണോട്ടാ. അവളെ ഇങ്ങോട്ട് ഇറക്കടാ, ആ പത്മാവതിയെ. ഇല്ലെങ്കിൽ കാറ് തല്ലി പൊളിച്ചിറക്കും. അവളുടെ കാല് ഞാൻ തല്ലി ഓടിക്കും. ആ കാല് വെച്ച് അവളിനി നൃത്തം ചെയ്യണ്ട. അമ്മ, അയ്യോ മോളെ, വേണ്ട വേണ്ട, അങ്ങോട്ട് പോണ്ട. അയ്യോ, വേദന നന്നായിട്ടുണ്ടോ പ്രതാപ? സാരമില്ലേ ചേച്ചി, സഹിക്കാവുന്നേ ഉള്ളൂ. ഓരോരോ കഷ്ടകാലങ്ങളെ മറ്റുള്ളവരെ സഹായിക്കാൻ പോയാലേ ഇങ്ങനെ ഇരിക്കും. ഞാൻ മറ്റാരെയല്ലോ സഹായിച്ചത്, പത്മയല്ലേ. വേണ്ട വേണ്ട വേണ്ട, കിടന്നോ. സുഖമില്ലാത്ത ആള് എണീക്കണ്ട, നീ അവിടെ തന്നെ കിടന്നോ. വേദനയുണ്ട് അല്ലേ ഭർത്താവാ? കുഴപ്പമില്ല സാറേ, എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ട്. സഹിക്കാനും ക്ഷമിക്കാനും നിന്റെ അത്ര മിടുക്കുള്ള വേറെ ആരും ഇല്ലല്ലോ. അംബികേ, എന്താ സാർ? പ്രതാപന്റെ അടുത്ത് നിന്ന് നീ എങ്ങോട്ടും മാറണ്ട. ഇവന് ഭേദമാകുന്നവരെ നീ കൂടെ തന്നെ ഉണ്ടാവണം. ഞാൻ എങ്ങോട്ടും പോകില്ല സാർ. കോലോത്ത പണിയൊന്നും നീ തൽക്കാലം ചെയ്യണ്ട. അതിനൊക്കെ ഇവിടെ വേറെ പണിക്കാരുണ്ട്.
നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. ആ ദിവസവാ ഇങ്ങനെ ആയത്. അതിലൊന്നും വിഷമിക്കണ്ട. മുറിവേറ്റത് എന്റെ അശ്രദ്ധ കൊണ്ടാണ്. ഹേയ്, ഒരിക്കലുമല്ല. സരസ്വതി പറഞ്ഞല്ലോ, സരസ്വതി നേരിട്ട് കണ്ടതല്ലേ. അയാൾ എന്നെ ലക്ഷ്യമിട്ടത് അത് തടഞ്ഞതാ പ്രതാപേട്ടനെ വിട്ടേക്കാൻ കാരണം. നീ എന്റെ മകളെ രക്ഷിച്ചവനാ. നീ ഇല്ലായിരുന്നെങ്കിൽ എന്റെ മകൾ പത്മ ഈ കട്ടിലിൽ കിടക്കുമായിരുന്നു, ഇതിലും ഗുരുതരാവസ്ഥയിൽ. ഞാൻ എങ്ങനെയാടോ നിന്നോട് നന്ദി പറയുക? എന്താ സാറിത്? സാർ എന്നോട് നന്ദി പറയോ? ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്റെ കടമയല്ലേ? അതൊക്കെ ശരിയാ. പക്ഷേ നിനക്കൊരു ആപത്ത് വന്നാ എനിക്ക് സഹിക്കാൻ പറ്റുമോ? ഇതൊന്നും നമ്മളാരും വരുത്തി കൂട്ടുന്നല്ലോ സാർ. വന്ന് ചേരുന്നതല്ലേ. എന്തായാലും നീ വിശ്രമിക്കൂ പ്രതാപ. വാ മോളെ.